ഇടുക്കി നെടുങ്കണ്ടത്തുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ഒഴുകിപ്പോകുന്ന ഒരു ട്രാവലർ ആരും മറന്നു കാണില്ല. പിന്നീട് ട്രാവലർ പുഴയിൽ നിന്നും ഉയർത്തിയെടുത്ത ദൃശ്യങ്ങളും നമ്മൾ കണ്ടു. ഇതോടുകൂടി ഉപജീവനമില്ലാതായത് ഈ ട്രാവലറിനെ മാത്രം ആശ്രയിച്ചിരുന്ന 3 കുടുംബങ്ങൾക്കാണ്. ഇവർക്ക് അതിജീവനത്തിന്റെ പാതയൊരുക്കി നൽകുകയാണ് 3 സുഹൃത്തുക്കൾ. നെടുങ്കണ്ടം മേഖലയിലുണ്ടായ പ്രളയ സമാനമായ മലവെള്ളപ്പാച്ചിലിന്റെ ഭീകരാവസ്ഥ നാടറിഞ്ഞത് ഈ വൈറൽ വീഡിയോയിലൂടെയാണ്. പ്രളയജലം ഒഴുക്കിക്കൊണ്ടുപോയത് ഒരു കൂട്ടം മനുഷ്യരുടെ ജീവിതമായിരുന്നു. തകർന്ന സ്വപ്നത്തിന്റെ ബാക്കി പത്രമെന്നോണം പിന്നീട് ആകെ നശിച്ച നിലയിൽ മിനി ബസ് കണ്ടെത്തി. 15 ലക്ഷം രൂപ വിലയുള്ള വിനായക് എന്ന 17 സീറ്റ് ട്രാവലറാണ് ഒഴുക്കിൽപ്പെട്ടത്. ഫിനാൻസ് വ്യവസ്ഥയിൽ വാങ്ങിയ ഈ വാഹനത്തിന് ഇനിയും 5 ലക്ഷം രൂപയോളം തിരിച്ചടയ്ക്കാനുമുണ്ട്. എന്തായാലും വാഹനത്തിന്റെ ഉടമയായ കേളംതറയിൽ റെജിക്കൊപ്പം ഡ്രൈവർമാരായ സന്തോഷിനും അപ്പുവിനും കൂടിയാണ് ഉപജീവന മാർഗം ഇല്ലാതായത്. മാധ്യമ വാർത്തകളിലൂടെ സംഭവം അറിഞ്ഞ സുഹൃത്തുക്കളാണ് ഇവരെ സഹായിക്കുവാനായി മുമ്പോട്ട് എത്തിയത്. ബാംഗ്ലൂരിൽ IT കമ്പനി ജീവനക്കാരായ സുബിൻ, അഞ്ജലി എന്നീ സുഹൃത്തുക്കളും പേര് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കാത്ത മറ്റൊരു സുഹൃത്തും ചേർന്ന് ഇന്നലെ ഇവർക്ക് പുതിയ ട്രാവലർ സമ്മാനിച്ചു. പുതിയ വാഹനം വന്നതിനകത്ത് ഭയങ്കര സന്തോഷമുണ്ട്. ഇനിയിപ്പം നമ്മൾ നിലവിൽ കുറച്ച് ബുക്കിങ്ങും എൻക്വയറി ഇതുണ്ടായിരുന്നു. അതെല്ലാം നിലവിൽ വണ്ടി വഴിയത്തോടുകൂടി അതെല്ലാം ക്യാൻസലായി പോവുകയും ചെയ്തു. ഇനി ഒരു പുതിയൊരു ഇതിലേക്ക് പുതിയൊരു തുടക്കം ഞങ്ങൾക്ക് നല്ലൊരു തുടക്കമായിട്ട് വരേണ്ട. അത് ബാക്കിയുള്ള എല്ലാ ആൾക്കാരുടെ ഒരു സപ്പോർട്ടും. വാഹനം വെള്ളത്തിലൂടെ ഒഴുകിപ്പോകുന്നത് മാധ്യമങ്ങളിലൂടെ അറിഞ്ഞതോടെ നിലവിലുണ്ടായിരുന്ന മുഴുവൻ ബുക്കിങ്ങുകളും ഇല്ലാതായി. വാഹനം ആറ്റിൽ നിന്നും കരക്കെത്തിച്ചപ്പോൾ ജീവിതം അവസാനിച്ചതായി തോന്നിയെന്ന് ഡ്രൈവറായ സന്തോഷ് പറയുന്നു. എങ്കിലും പുതിയ പ്രതീക്ഷയുടെ സന്തോഷത്തിലാണ് ഇവർ. ഈ വാഹനം പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് ബുക്കിങ്ങുകളെല്ലാം നഷ്ടപ്പെട്ടു. നമുക്ക് ചെറുതോണിയിൽ നിന്നൊരു വേളാങ്കണ്ണി ട്രിപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ശബരിമല സീസണിലേക്കുള്ള ഓട്ടങ്ങൾ ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ ഞായറാഴ്ചത്തേക്ക് ട്രിപ്പുകളുണ്ടായിരുന്നു. എല്ലാ ട്രിപ്പുകളും ഞങ്ങളുടെ ക്യാൻസലായി പോയി. ഇനി എല്ലാവരും ഞങ്ങളെ പഴയതുപോലെ ഓട്ടം കാര്യങ്ങളും തന്ന് ഞങ്ങളോട് നിങ്ങളെപ്പോലെ ഒരാളെ ആയിട്ട് ഞങ്ങളെ ചേർത്ത് നിർത്തണമെന്ന് ഒരു പ്രാർത്ഥനയുണ്ട് ഞങ്ങൾ. ഇവരെ കൈപിടിച്ചു നിലനിർത്തുവാൻ നാട്ടുകാർ ഒപ്പമുണ്ടാകണമെന്ന അഭ്യർത്ഥന മാത്രമാണ് വാഹനം നൽകിയവർക്ക് നാട്ടുകാരോടുള്ളത്. സങ്കടങ്ങളും പ്രയാസങ്ങളും അറിഞ്ഞുകൊണ്ട് 3 സുഹൃത്തുക്കൾ നൽകിയൊരു വാഹനമാണിത്. അപ്പം ഒരാള് ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നു IT കമ്പനിയിൽ, വേറൊരാൾ തിരുവനന്തപുരത്താണ്. പേര് അഞ്ജിത സുബിനാണ്. 3ാമത്തെ ആളെ പേര് വെളിപ്പെടുത്താൻ താല്പര്യമില്ല, അയാൾ പറഞ്ഞായിരുന്നു. അപ്പോൾ എനിക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇവർക്കൊരു ഓട്ടം എല്ലാവരും കൂടി സഹായിച്ചിട്ട് ചെയ്യാം, അത്ര മാത്രമേ പറയാം. എന്താണെങ്കിലും നാളെ മുതൽ ഇവരുടെ വിനായക ട്രാവൽസ് വീണ്ടും സർവീസ് തുടങ്ങുകയാണ്. അതിജീവനത്തിന്റെ സർവീസ്. സിറ്റി വിഷൻ, നെടുങ്കണ്ടം.